ഇതാണ് എന്റെ കുടുംബം, എന്റെ സന്തോഷം. ചട്ടമ്പി പാറു ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 7:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. അവള് വരുന്നുണ്ട്. എന്താ ചേച്ചി ഈ സമയത്ത് വന്നേ? ഞാൻ എന്റെ ബ്ലൗസ് വാങ്ങാൻ വന്നതാ. ബ്ലൗസോ? എന്താ പാറു ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ? 10 ദിവസം മുമ്പ് 3 ബ്ലൗസിന്റെ തുണിയും അഡ്വാൻസും വാങ്ങി തയ്ച്ചു തരാന്ന് നീ ഏറ്റത് മറന്നോ? അപ്പൊ ഇത്രയും ദിവസമായിട്ട് നീ ബ്ലൗസ് തയ്ച്ചിട്ടേ ഇല്ലേ? അല്ല ചേച്ചി, ഞാൻ എന്താ പാറു, നീ കാര്യം പറ, തയ്ച്ചോ ഇല്ലയോ? അതിനുള്ള സമയം ഇവക്കുണ്ടാവില്ല. ഇവളുടെ വാനരപ്പടയുടെ കൂടെ കറങ്ങി നടക്കാനും സൈക്കിൾ യജ്ഞത്തിനേ സമയം ഉണ്ടാകൂ. പിന്നെ എപ്പോഴാ ചിത്രേ നിന്റെ തുണി തയ്ക്കുന്നേ? നാളെ എനിക്കൊരു കല്യാണത്തിന് പോകാനുള്ളതാ. പുതിയ സാരിക്ക് പഴയ ബ്ലൗസ് ഇട്ട് പോയാൽ നന്നാവോ? എന്റെ ചിത്രേ, നിന്റെ പ്രശ്നം എനിക്ക് മനസ്സിലാകും. അമ്മേ, ഇവൾക്ക് ഇവളുടെ ജോലിയോട് ഒരു കൂറ് വേണ്ടേ? കൃത്യസമയത്ത് ഏൽപ്പിച്ച ജോലി ചെയ്യാതെ വിശേഷമായിട്ട് നടക്കുന്ന ഇവളെ ഇങ്ങനെ നടത്തിച്ചാൽ നിനക്ക് ഗുണം പിടിക്കൂടി. വേഗം പോയി തയ്ച്ചേ. രാവിലെ ആകുമ്പോഴേക്കും ഒരു ബ്ലൗസ് എങ്കിലും തയ്ച്ചു കൊടുക്കണം. അതേ പാറു, ഒരു ബ്ലൗസെങ്കിലും തയ്ച്ചു കിട്ടിയാ മതി. അത് ചേച്ചി സാരല്ല. ചേച്ചി നാളെ എത്ര മണിക്കാ പോകുന്നതെന്ന് പറഞ്ഞാ മതി, ഞാൻ രാവിലെ എഴുന്നേറ്റ് തയ്ച്ചു തന്നോളാം. ഞാൻ രാവിലെ 6 മണിക്ക് പോകും. 6 മണിക്കോ? ചേച്ചി അവൾക്ക് തീരെ വയ്യ, നാളെ എങ്ങനെ തയ്ച്ചു തരും? നിന്റെയൊക്കെ വക്കാലത്ത് കൊണ്ടാടി അവൾ ഇങ്ങനെ ആയിപ്പോയത്. അയ്യോ കുഴപ്പമില്ല ചേച്ചി, ഇനി ഇതിന്റെ പേരിൽ ഒരു പ്രശ്നമൊന്നും വേണ്ട. നാളെ തയ്ച്ചു തന്നാ മതി. നിനക്ക് തരാൻ വേണ്ടി ശ്രീദേവിയോട് കാശ് വരെ ചോദിച്ചു വച്ചിരുന്നു. പാറു, ഞാൻ പറഞ്ഞ ഡിസൈനിൽ തന്നെ തയ്ക്കണേ. നാളെ വല്ല സേവനമാമാങ്കം ഉണ്ടാവോ? ചേച്ചി എനിക്ക് ഉറക്കം വരാം, ഞാൻ പോയി കിടക്കട്ടെ. നല്ല ക്ഷീണം കാണും, കിടന്നുറങ്ങിക്കോ, ഉറങ്ങിക്കോ. ആ ചിത്രേ, മോള് കഴിച്ചായിരുന്നു? ആ കഴിച്ചായിരുന്നു ഏട്ടാ. ലക്ഷ്മി, നീ നാളെ കല്യാണത്തിന് വരില്ലേ? അത് പിന്നെ എനിക്ക് ജോലിയുണ്ട് ചേച്ചി. ഇങ്ങനെ ജോലി മാത്രം ചെയ്തു നടന്ന എങ്ങനെ ശരിയാവും മോളെ? ഇടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള ചടങ്ങിനൊക്കെ പോയാലല്ലേ 4 പേര് നിന്നെ കാണൂ. എന്നാലല്ലേ നിനക്ക് നല്ല ആലോചനയൊക്കെ വരൂ. ചിത്രേ, നീയും മറ്റുള്ളവരെ പോലെ ഇവളെ കളിയാക്കുവാണോ? അയ്യോ അല്ല ചേച്ചി, ഞാൻ അങ്ങനെ ചെയ്യൂ? ലക്ഷ്മി എന്റെ അനിയത്തിയെ പോലെയല്ലേ? ഇവളുടെ ഭാഗ്യക്കേട് കൊണ്ട് ഇതുവരെ നല്ല ആലോചന ഒന്നും വന്നില്ല എന്ന് കരുതി പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ട് കാര്യമുണ്ടോ? നീ പറയുന്ന പോലെ അല്ലല്ലോ മോളെ നാട്ടുകാർ ചിന്തിക്കുന്നേ. ഇത്രയും ക്ഷമിച്ച സ്ഥിതിക്ക് കുറച്ചുകൂടെ ക്ഷമിക്കാം. എന്റെ മൂക്ക് ചേർന്ന് നല്ലൊരു പയ്യനെ കിട്ടുമെന്ന് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ശരി ഏട്ടാ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. സൂക്ഷിച്ചു പോണേ. ആ ശരി. ശരി മോളെ. മോളെ, നീ ചിത്ര പറഞ്ഞൊന്നും കാര്യമാക്കണ്ട കേട്ടോ. മോളെ, നീ പോയി കിടന്നുറങ്ങാൻ നോക്ക.